നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ MBBS BDS ഒഴികെയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ ആരംഭിച്ചു. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലെ 11 പ്രോഗ്രാമുകൾക്കാണ് ഈ അവസരത്തിൽ അവരവരുടെ ഹയർ ഓപ്ഷൻ പരിഗണിക്കാനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ. ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ തുടരുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ആദ്യഘട്ടത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുകയും അവർക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത കോളേജിൽ അവർ പ്രവേശനം നേടുകയും ചെയ്തു. അങ്ങനെ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അവർ കൊടുത്ത ഓപ്ഷനുകളിൽ കുറേ ഓപ്ഷനുകൾ അവരുടെ ഹയറിലുണ്ട്, കിട്ടിയതിനേക്കാളും മുകളിൽ കുറേ ഓപ്ഷനുകളുണ്ട്. അവർക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു കോഴ്സ് മാറ്റം ആഗ്രഹിക്കുന്നു. അങ്ങനെ തങ്ങൾ കൊടുത്തതിനേക്കാളും മുകളിലുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കൂട്ടർ അവർ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുകയും വിവിധ ഓപ്ഷനുകൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ അവരുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു കോളേജും അലോട്ട് ചെയ്തില്ല ആദ്യഘട്ടത്തിൽ. പക്ഷേ അവരുടെ ഓപ്ഷനുകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷനും ലഭിക്കാത്തവർക്കും ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്തവർക്കും ഇപ്പോൾ തങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ആ ഓപ്ഷനുകൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ കോളേജുകളോ ആ കോഴ്സുകളിലോ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അപ്പോൾ കോളേജുകളിൽ ചേർന്നവർക്ക് അവരുടെ ഹയർ ഓപ്ഷനിലേക്ക് പോകുവാനും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്ക് അവരെ പരിഗണിക്കാനും ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കൂട്ടർ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്നു, പക്ഷേ അവർ നിശ്ചിത സമയത്ത് കോളേജുകളിൽ ജോയിൻ ചെയ്തില്ല, അവർക്ക് താല്പര്യമില്ലായിരുന്നു അലൈഡ് കോഴ്സിൽ തുടരാൻ. അത് കാരണം അവർ ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റിൽ കോഴ്സിൽ ചേർന്നില്ല. പിന്നെ മറ്റൊരു കൂട്ടർ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ചേർന്നിരുന്നു, അതിനുശേഷം നടന്ന MBBSൻ്റെയോ BDSൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം നേടേണ്ടതുകൊണ്ട് അവർ അലൈഡ് കോഴ്സിൽ നിന്നും TC മേടിച്ചിരുന്നു. ഈ 2 കൂട്ടർക്കും കേരള മെഡിക്കൽ അലൈഡിൻ്റെ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണന ലഭിക്കുകയില്ല. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ചേരാത്തവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച് ചേർന്നതിന് ശേഷം TC മേടിച്ചവർക്കും ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയില്ല. എന്നാൽ ഈ പറഞ്ഞ എല്ലാവരെയും മൂന്നാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയും പുതിയതായി ആദ്യം വെക്കാത്ത ഓപ്ഷനുകളൊക്കെ സമർപ്പിക്കാനും മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ സമയമുണ്ടാകും. ഇപ്പോൾ നടക്കുന്ന ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മളുടെ ഹയർ ഓപ്ഷനുകളാണെങ്കിലും നമുക്ക് സീറ്റുകളൊന്നും കിട്ടാത്ത നമ്മുടെ ഓപ്ഷനുകളാണെങ്കിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ, ഒരു കോളേജ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. അത് കൊടുക്കാൻ അന്ന് മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. ഇനി അത് മൂന്നാം ഘട്ടത്തിൽ വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാനായിട്ട് അവസരം വരും. ഇപ്പോൾ നമുക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഓപ്ഷനുകളെല്ലാം നിലനിർത്താനോ മാത്രമേ സാധിക്കുകയുള്ളൂ. പുതിയതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ ഈ അവസരത്തിൽ ഈ രണ്ടാം ഘട്ടത്തിൽ അനുവാദമില്ല. അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്കൊരു കോളേജ് ലഭിച്ചു അല്ലെങ്കിൽ നമ്മളുടെ ഓപ്ഷനുകളിലൊക്കെ ഹയർ ഓപ്ഷനിലൊക്കെ നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അർഹത ഉണ്ടായിരിക്കും. നമുക്കൊരു കോളേജ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചറിന് ഒരു സീറ്റ് ലഭിച്ചു, അല്ലെങ്കിൽ വെറ്റിനറിക്ക് അല്ലെങ്കിൽ ആയുർവേദത്തിന് ഹോമിയോയ്ക്കൊക്കെ ഒരു സീറ്റ് ലഭിച്ചു. ഇനി എനിക്ക് താല്പര്യമുള്ള എല്ലാ ഓപ്ഷനുകളും വേണ്ട, ചില ഓപ്ഷനുകൾ മാത്രം നിലനിർത്തിയാൽ മതി, ഹയർ ഓപ്ഷൻസിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, എനിക്ക് ഈ കിട്ടിയത് തന്നെ മതി, എൻ്റെ ഹയർ ഓപ്ഷനൊക്കെ എനിക്കുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ കിട്ടിയത് തന്നെ മതി, ഇനി എന്നെ കൂടുതലായിട്ട് പരിഗണിക്കണ്ട എന്നുള്ളവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ ബാധകമല്ല. അപ്പോൾ ഹയർ ഓപ്ഷൻസിനെ അല്ലെ നിലവിലുള്ള ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണ്ട എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ വേണ്ടതാനും. രണ്ടാം ഘട്ട അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ, ആദ്യം OTP അടിക്കുന്നു,
OTP അടിച്ചു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് വരില്ല. പേയ്മെൻ്റ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. നേരെ ഓപ്ഷൻ കൺഫർമേഷനിലേക്ക് വരും. കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഓപ്ഷൻസ് കാണാം. നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ കൊടുത്ത ഓപ്ഷനുകളെല്ലാം കാണാം. ഒപ്പം നിങ്ങൾക്ക് ലഭിച്ച സീറ്റും കാണാം. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ലഭിച്ച സീറ്റും കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സീറ്റ് ലഭിച്ചിരുന്നു, നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. ഇനി അതിന് മുകളിൽ ഇത്ര ഓപ്ഷനുകളുണ്ട്. ഇതിനെ റീഅറേഞ്ച് ചെയ്യാനോ എല്ലാം നിലനിർത്താനോ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കോളേജ് ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതിൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത സീറ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം MBBSും BDSും ഒഴികെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ, ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech, ബയോടെക്നോളജി പോലെയുള്ള 11 പ്രോഗ്രാമുകൾക്കാണ് തങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്താനുള്ള അവസരം. നിലവിലുള്ള സീറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമില്ല. എന്നാൽ ഹയർ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. കേരളയുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ OTP അടിക്കുന്നു, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനോ എല്ലാത്തിനെയും നിലനിർത്താനോ അവസരമുണ്ടാകും. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് നമ്മളുടെ പ്രൊഫൈലിനകത്ത് നമ്മളുടെ ചോയ്സുകൾ കണ്ടെങ്കിൽ, നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൺഫേം ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഹയർ ഓപ്ഷൻസ് എല്ലാം നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അർഹതയും നിങ്ങൾക്കുണ്ടാവും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കിട്ടിയവരും ഒരു സീറ്റും കിട്ടാത്തവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ ഈ രണ്ടാം ഘട്ടത്തിൽ നിർബന്ധമാണ്. ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് മോപ്പപ്പ് റൗണ്ടാണ് വരുന്നത്. അതിൽ പുതിയതായിട്ട് ചോയ്സ് കൊടുക്കാനോ എല്ലാം നിലനിർത്താനോ ഒക്കെയുള്ള അവസരം വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ 5-ാം തീയതി, ഒക്ടോബർ 5-ാം തീയതി രാത്രി 12 മണി വരെ ഹയർ ഓപ്ഷൻ കൺഫർമേഷനും അതുപോലെ തന്നെ ഹയർ ഓപ്ഷനെ റീഅറേഞ്ച് ചെയ്യാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഇന്ന് ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ 5-ാം തീയതിക്കുള്ളിൽ അത് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 6-ാം തീയതി താൽക്കാലികമായിട്ട് ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 7-ാം തീയതി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജ് ലഭിച്ചു എങ്കിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അത് മറ്റൊരു കുട്ടിക്ക് കിട്ടി. നിങ്ങൾക്ക് ആദ്യം ഒരു സീറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സിൽ കിട്ടിയിരുന്നു, നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി ഹയർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പുതിയതായിട്ടൊരു സീറ്റ് ലഭിച്ചെങ്കിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ആദ്യം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ MBBSൻ്റെയോ BDSൻ്റെയോ അലോട്ട്മെൻറ്റും മെഡിക്കൽ അലൈഡ് കോഴ്സുമായി യാതൊരു ബന്ധവുമില്ല. അതിൽ ഓപ്ഷനുകളോ സീറ്റോ നിങ്ങൾക്ക് നിൽപ്പുണ്ടെങ്കിൽ അത് മെഡിക്കൽ അലൈഡ് കോഴ്സിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. തിരിച്ചും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു പുതിയ സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടുകയോ ചെയ്താൽ 10-ാം തീയതി വൈകുന്നേരം 8, 9, 10 10-ാം തീയതിക്ക് വൈകുന്നേരം 4 മണിക്കുള്ളിൽ ആ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് മുഴുവൻ തുകയും ഫീസായിട്ട് അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പുതിയൊരു സീറ്റ്, പുതിയൊരു കോളേജ് കിട്ടിയെങ്കിൽ നമുക്ക് ഈ 8-ാം തീയതി ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നേരിട്ട് ചെല്ലുകയും അവിടെ അടച്ച തുകയും എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ തന്നെ തിരികെ മേടിച്ച് പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ 10-ാം തീയതിക്കുള്ളിൽ ചെന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലോട്ട് പൈസയോ സർട്ടിഫിക്കറ്റുകളോ മാറ്റപ്പെടുകയില്ല. നമ്മൾ തന്നെ ആദ്യം കിട്ടിയ കോളേജിൽ നിന്ന് എല്ലാ തുകയും സർട്ടിഫിക്കറ്റുകളും മേടിച്ച് 10-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നമ്മൾ ചേർന്നില്ല എങ്കിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നാൽ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു മാറ്റം കിട്ടിയില്ല എങ്കിൽ, നിങ്ങൾ ഹയർ ഓപ്ഷനൊക്കെ കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടിയില്ല, അതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, ആദ്യഘട്ടത്തിൽ കിട്ടിയത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നിങ്ങൾ പോയി ചേർന്ന സീറ്റ് നഷ്ടപ്പെടുകയില്ല.
പുതിയതായിട്ടൊരു സീറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ ആദ്യഘട്ടത്തിലുള്ള സീറ്റ് നഷ്ടപ്പെടുകയും നിർബന്ധമായും രണ്ടാമത്തെ ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചേരേണ്ടതായും വരുന്നുള്ളൂ. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയെന്ന് വിചാരിച്ചോ, രണ്ടാം ഘട്ടത്തിൽ പുതിയതായിട്ട് സീറ്റ് ലഭിച്ചില്ല എന്ന് വിചാരിച്ചോ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ഈ അധ്യയന വർഷം നിങ്ങൾ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോഴ്സുകളും കോളേജുകളും മാത്രമേ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങൾക്കൊരു പ്രവേശനം കിട്ടിയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഉൾപ്പെടെയുള്ളത് നഷ്ടപ്പെടുകയും അടുത്ത് നടക്കുന്ന മോപ്പപ്പ് റൗണ്ടിൽ പുതിയതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതായും വരും. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ അഗ്രികൾച്ചറിന് 7414 വരെയും ജനറൽ വിഭാഗത്തിൽ, അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൽ 9083 വരെയും, മുസ്ലിം വിഭാഗത്തിൽ 8871 വരെയുമാണ് അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടിയത്. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ട് മെഡിക്കൽ കോഴ്സുകൾക്കുള്ള പ്രാധാന്യം അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണം വളരെയധികം ഉയർന്നു എന്നുള്ളത് ഈ റാങ്കിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഫിഷറീസ് എന്നുള്ള കോഴ്സിന് സ്റ്റേറ്റ് മെറിറ്റിൽ 11736 വരെയും, വെറ്റിനറി കോഴ്സിന് തൃശ്ശൂർ 3367 ജനറൽ വിഭാഗം, വയനാട് 3760 വരെയുമാണ് പ്രവേശനം കിട്ടിയത്. ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ VCI കൗൺസിലിംഗ് ഓൾ ഇന്ത്യ തലത്തിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതുമാണ്. ആയുർവേദത്തിന് ഗവൺമെൻറ് മേഖലയിൽ 10169 വരെയും, സ്വകാര്യ മേഖലയിൽ ആയുർവേദത്തിന് 34,000 വരെയും, ഏതാണ്ട് 35,000 അടുത്ത് വരെയൊക്കെ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് എന്നുള്ള കോഴ്സിന് 13,896 വരെയും, അതുപോലെ ബയോടെക്നോളജിക്ക് 8,233 വരെയും, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിന് 12,149 വരെയും, ഫോറസ്ട്രിക്ക് 9,966 വരെയും, സിദ്ധായ്ക്ക് 38,952 വരെയും, യുനാനിക്ക് 39,539 വരെയുമാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചത്. മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചാൽ പോലും MBBS BDSൻ്റെ 3ാം ഘട്ടത്തിലോ 4ാം ഘട്ടത്തിലോ നിങ്ങളെ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന പക്ഷം ഈ കോഴ്സുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റം അനുവദിക്കുന്നതുമാണ്. അതുപോലെ VCI കൗൺസിലിംഗ് CUET 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനത്തിനും, നീറ്റ് 2025 മാർക്ക് അനുസരിച്ച് നടക്കുന്ന വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യ വെറ്റിനറി കോളേജുകൾക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ഈ അലൈഡ് കോഴ്സിൽ നിന്ന് മാറ്റം അനുവദിക്കുന്നതുമാണ്. MBBSനും BDSനും അപ്പുറം നീറ്റ് 2025 സ്കോർ അനുസരിച്ച് 11 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശന നടപടികളുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകളാണ് നിലനിൽക്കുന്നതെന്നും അവ കൺഫേം ചെയ്തു എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെ യാതൊരു തരത്തിലും ഈ ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു അലൈഡ് കോഴ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാനും സാധിക്കും. അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും കോളേജുമാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജും കോഴ്സും അവിടെ കാണിക്കുന്നത്. മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് 8ാം തീയതി പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.